എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 9ാമത്തെയും 10ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ദ്വാരകയുടെ സൗന്ദര്യം പലതരത്തിൽ കവി വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശ്ലോകത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ മേഘങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ടാണ് പറയണത്. നമുക്ക് ആദ്യം ശ്ലോകം നോക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. സമീരണവ്യാകുലിതാ പതാകാ വിദ്യുല്ലതാഭിഃ പുനരുക്തയദ്ഭിഃ ഘനൈഃ സമുദ്രോദകപാനഖിന്നൈഃ വിശ്രമ്യതേ യദ്ഭവനാഗ്രഭൂമൗ. നമുക്ക് പദങ്ങളൊന്ന് പരിചയപ്പെടാം. ധാരാളമായിട്ട് പദച്ഛേദമൊന്നും പറയാനില്ല. സമീരണവ്യാകുലിതാഃ പതാകാഃ വിദ്യുല്ലതാഭിഃ പുനരുക്തയദ്ഭിഃ ഘനൈഃ സമുദ്രോദകപാനഖിന്നൈഃ വിശ്രമ്യതേ യദ്ഭവനാഗ്രഭൂമൗ. ഒറ്റ പദച്ഛേദമില്ല, പദങ്ങളെ പരിചയപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കാറ്റത്ത് കൊടിക്കൂറകൾ ഇങ്ങനെ പറന്ന് ഉല്ലസിക്കുന്നതായ ദ്വാരകാ നഗരിയെ പറ്റിയിട്ടാണ് കവി പറയണത്. സമീരണവ്യാകുലിതാഃ പതാകാഃ. സമീരണൻ കാറ്റാണ്. സമീരണവ്യാകുലിതാഃ എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുന്നത് കൊണ്ട് ഇളകി പറക്കുന്നതായ, അതാണ് വ്യാകുലിതം. അനങ്ങാണ്ട് നിൽക്കുകയല്ല. കാറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കൊടിക്കൂറകളൊക്കെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കും. പക്ഷേ നല്ല കാറ്റുണ്ട്. കാറ്റ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം സമുദ്രം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സമുദ്രത്തിൻ്റെ സമീപത്ത് ഉള്ളതായ തീരങ്ങളിലായാലും കെട്ടിടങ്ങളിലായാലും ഒക്കെ ഇരുന്നാൽ നല്ല കാറ്റ് അനുഭവപ്പെടും. ഇവിടെ ദ്വാരകയിൽ കടലിൽ നിന്നും വീശുന്ന നല്ല ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടായിരുന്നു. ആ കാറ്റത്ത് ഇളകി പറക്കുന്നതായ വ്യാകുലിതമായിട്ടുള്ള പതാകാഹ, പതാകകൾ, അതാണ് സമീരണവ്യാകുലിതാഹ പതാകാഹ. ആ പതാകകൾ ഉണ്ടാക്കിയിരുന്നതൊക്കെ ചൈനപ്പട്ടുകൊണ്ടൊക്കെയാണ്. ചീനപ്പട്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്ടുവസ്ത്രങ്ങളെ കൊണ്ടൊക്കെയാണ് കൊടിക്കൂറകൾ ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര തിളക്കമുണ്ടാവും. ആ തിളക്കം എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇങ്ങനെ ഒളിമിന്നിപ്പോകുന്നത് പോലെയുള്ളൊരു തോന്നൽ ഈ കൊടിക്കൂറകൾ കാണുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതിനെ പറ്റിയിട്ട് കവി പറയാണ്, ആ പതാകകൾ വിദ്യുല്ലതാഭി പുനരുക്തയദ്ഭി, വിദ്യുല്ലതകളാൽ പുനരുക്തി വരികയാണോ എന്ന് തോന്നും വണ്ണം. വിദ്യുല്ലത എന്ന് പറഞ്ഞാൽ വിദ്യുത്താകുന്ന ലത, ഇടിമിന്നലിനെ ഒരു വള്ളി പോലെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാറുണ്ട് ഇടിമിന്നൽ ഇങ്ങനെ ഒരു വര പോലെ വളഞ്ഞു പൊളഞ്ഞൊരു വരയായിട്ട് ഇങ്ങനെ പോകണത് കാണാറുണ്ട്, തേജസ്സോട് കൂടിയിട്ടുള്ളൊരു വര പോലെ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ലത പോലെയാണെന്ന് കവികൾക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് വിദ്യുല്ലത എന്ന് പേരിട്ടിട്ടുണ്ട്. മേഘസന്ദേശത്തിന് വളരെ ഭംഗിയായിട്ടുള്ളൊരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെ പേരാണ് വിദ്യുല്ലത എന്ന്. അപ്പോൾ ഇവിടെ പറയാണ് വിദ്യുല്ലതകളാൽ, വിദ്യുല്ലതാഭിഹി പുനരുക്തയദ്ഭിഹി, വിദ്യുല്ലതകളാൽ പുനരുക്തി വരുത്തുന്നത് പോലെ. എന്തുകൊണ്ടാണ് വിദ്യുല്ലതകൾ കൊണ്ട് പുനരുക്തി വന്നത്? അത് ആ ചീനപ്പട്ടുകൾ കൊണ്ടുണ്ടാക്കിയ കൊടിക്കൂറകൾക്ക് അല്ലാതെ തന്നെ തിളക്കമുണ്ടായിരുന്നു. ഓൾറെഡി ഒരു തിളക്കമുണ്ട്. ആ തിളക്കം ഇങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിദ്യുല്ലതകൾ കൊണ്ട് മറ്റൊരു തിളക്കം കൂടി അവിടെ ഉണ്ടാക്കുകയുണ്ടായി. എങ്ങനെയാണ് വിദ്യുല്ലത അവിടെ വന്നതെന്നാണെങ്കിൽ, സമുദ്രോദകപാനഖിന്നൈഹി ഘനൈഹി, സമുദ്രോദകം, സമുദ്രത്തിലുള്ളതായ ജലം അത് പാനം ചെയ്യുന്നത് കൊണ്ട്, സമുദ്രോദകപാനഖിന്നൈഹി ഘനൈഹി, അങ്ങനെയുള്ള ഘനങ്ങളാൽ, ഘനം മേഘം, മേഘങ്ങൾ വെള്ളമെടുക്കുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും മേഘം വെള്ളമെടുക്കും. ഇവിടെ കവി വർണ്ണിക്കുകയാണ് സമുദ്രത്തിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ഈ വേനൽക്കാലത്തെ മേഘങ്ങളൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കുന്നു, എന്നിട്ട് അതിനെ മഴയായിട്ട് പെയ്ത് നമുക്ക് തന്നെ തരുന്നു. അപ്പോൾ ഇവിടെ മേഘങ്ങൾ എന്ത് ചെയ്തു? സമുദ്രത്തിൽ നിന്നും ധാരാളം വെള്ളം പാനം ചെയ്തു. ഒരു ആരെങ്കിലും വെള്ളം കുടിക്കുന്നത് പോലെ, ആനകളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഏതെങ്കിലും വെള്ളം കുടിക്കുന്നത് പോലെയാണ് വെള്ളം പാനം ചെയ്തു എന്നൊക്കെ പറയണത്. സത്യത്തിൽ ഈ വെള്ളം എടുക്കുന്നതോട് കൂടിയിട്ടാണ് മേഘം മേഘമായി തീരുന്നത്. പക്ഷേ കവികൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയാറില്ല. മേഘം വളരെ ശുഷ്കിച്ചു പോകുമ്പോൾ വെള്ളം എടുക്കുന്നു, എന്നിട്ട് മറ്റൊരു ദിക്കിൽ പോയിട്ട് പെയ്യുന്നു. കാളിദാസൻ തന്നെ മേഘസന്ദേശത്തിൽ പല ദിക്കിലും പറയാറുണ്ട്, ഖിന്ന ഖിന്ന ശിഖരിഷു പദം ന്യന്താസി ഗന്ധ ക്ഷീണ ക്ഷീണ പരിലഘുഭയ സ്രോതസാം ചോപഭുജ്യ എന്ന്. വെള്ളം കൊണ്ട് ഇങ്ങനെ ഭാരിച്ച ഒരു മേഘമായിട്ട് സഞ്ചരിക്കുമ്പോൾ ക്ഷീണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ
പർവ്വതങ്ങളിലൊക്കെ പോയിരുന്ന് വിശ്രമിച്ചോളൂ. ശിഖരിഷു, പർവ്വതത്തിൻ്റെ കൊടുമുടികളിൽ പോയി വിശ്രമിച്ചിട്ട് പിന്നെ യാത്ര തുടർന്നാൽ മതി. ഭാരമെടുത്ത് പോകുന്നവരൊക്കെ കുറച്ചു നേരം ഭാരം ഇറക്കി വെച്ച് വിശ്രമിക്കുന്നത് പോലെ. ഇനി ശോഷിച്ച് ശുഷ്കിച്ച് ഉണങ്ങി പോവുകയാണെങ്കിലോ മേഘത്തിനോട് പറയാണ്, സ്രോതസ്സുകളിൽ നിന്ന്, പുഴകളിൽ നിന്നോ തടാകത്തിൽ നിന്നോ ഒക്കെ പരിലഘുപയ, നല്ല തെളിഞ്ഞ വെള്ളം, കനലില്ലാത്ത വെള്ളം, അതിനെ ആവിയാക്കി സ്വീകരിച്ചോളൂ എന്ന്. അപ്പം മേഘം ശുഷ്കിച്ചു പോകുമ്പോൾ വെള്ളം ആവിയായിട്ട്, വെള്ളത്തിനെ ആവിയാക്കി എടുക്കുന്നു, തന്നിലേക്ക് ചേർക്കുന്നു. അങ്ങനെ കിട്ടുന്ന ആ ആവിയെ മറ്റൊരു ദിക്കിൽ മഴയായിട്ട് പെയ്യിക്കുന്നു. അതിങ്ങനെ ഒരു വലിയൊരു പ്രതിഭാസം, ഒരു പ്രവൃത്തി, ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കണത് പോലെയായിട്ടാണ് പറയണത്. അതന്നെയാണ് ഇവിടെ സുകുമാരകവിയും പറയണത്. ഈ സമുദ്രത്തിൽ നിന്ന് തന്നെ, സമുദ്രത്തിൻ്റെ മധ്യത്തിലാണല്ലോ ദ്വാരക പണിതിരിക്കുന്നത്, ആ സമുദ്രത്തിൽ നിന്ന് തന്നെ വെള്ളം സ്വാംശീകരിക്കുന്നത് കൊണ്ട്, സമുദ്ര ഉദക പാന ഖിന്നൈഹി ഘനൈഹി, വെള്ളം കുടിച്ചത് കൊണ്ട്, സമുദ്രത്തിലെ ജലം സ്വീകരിച്ചത് കൊണ്ട് ക്ഷീണിച്ചവരായ, തളർന്നുപോയവരായ മേഘങ്ങളാൽ യദ്ഭവനാഗ്രഭൂമൗ വിശ്രമ്യതേ, യാതൊരു നഗരത്തിൻ്റെ ഭവനങ്ങളുടെ അഗ്രപ്രദേശങ്ങളിൽ, കൊട്ടാരക്കെട്ടുകളുടെ നല്ല ഉയർന്ന ഭാഗങ്ങളിൽ, തുഞ്ചത്ത് പോയിട്ട് മേഘങ്ങളിരുന്ന് വിശ്രമിക്കാറുണ്ടല്ലോ. ഘനൈഹി വിശ്രമ്യതേ, മേഘങ്ങളാൽ വിശ്രമിക്കപ്പെടുന്നു. അപ്പോഴാവണം, അവിടെ ഇരുന്ന് വിശ്രമിക്കുമ്പോഴാവണമല്ലോ ഇടിമിന്നലുകൾ വരുന്നത്. ഇടിമിന്നലുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ശോഭ പരക്കുന്നത് ഏതാണ്ട് ചീനപ്പട്ട് കാറ്റത്തിളകുമ്പോൾ അതിൻ്റെ ശോഭ പരക്കണത് പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ നഗരത്തിന് എല്ലായ്പ്പോഴും വിദ്യുല്ലതയുടെ ഒരു സാമീപ്യം ഉണ്ടായിരുന്ന പോലെ തോന്നുന്നു. ഏതുകൊണ്ട്? ചീനപ്പട്ടുകളുടെ ഒളിവീശൽ കൊണ്ട്. അതിനെ ഒരു പുനരുക്തി പോലെ, രണ്ടാമത് കൂട്ടിച്ചേർത്തതുപോലെ, ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടിമിന്നലുകൾ അവയുടെ പ്രകാശവും പരത്തി. ഇടിമിന്നലുകൾ ഉണ്ടാവാൻ കാരണം മേഘങ്ങൾ ഈ ദ്വാരകയുടെ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങളിലൊക്കെ പോയിരിക്കുന്നത് കൊണ്ടാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇടിമിന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ വിദ്യുല്ലതകളെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ മേഘങ്ങൾക്ക് ഒരു വിശ്രമസ്ഥാനമായിരുന്നു ദ്വാരകയിലെ കെട്ടിടങ്ങൾ എന്നാണ് പറഞ്ഞു വരണത്. അതായത് അത്രയും ഉയർന്നാണ് നിൽക്കുന്നത്. മേഘമണ്ഡലത്തിനെയൊക്കെ കടന്നുകൊണ്ട്, ലംഘിച്ചുകൊണ്ട് ഈ ദ്വാരകയിലെ കെട്ടിടങ്ങൾ ഉയർന്ന് വർത്തിച്ചു എന്നർത്ഥം. അതിൻ്റെ പ്രൗഢിയെപ്പറ്റി വർണ്ണിക്കുന്ന ശ്ലോകമാണ്. നമുക്ക് 10ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ദിവീവ ദുഷ്കർമ്മ ദുരാസദായാം തസ്യാം വസൻ വാസവ നിർവിശേഷ സപപ്രഥേ സാധു ചകോരചന്ദ്രസ്ത്രിവിക്രമോ വിക്രമരൂപശീലൈഹി. കഴിഞ്ഞ ശ്ലോകത്തോട് കൂടിയിട്ട് 8 ശ്ലോകങ്ങളെ കൊണ്ടാണ് ദ്വാരകയെ വർണ്ണിച്ചത്. 1ാമത്തെ ശ്ലോകത്തിൽ ദ്വാരകാപുരിയിലേക്ക് ഭഗവാനും ബലരാമനും അനുയായികളും ഒക്കെ പോയി എന്ന് പറഞ്ഞു. 2 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് ദ്വാരകാപുരിയെ വർണ്ണിച്ചു. 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അവിടെ വളരെ പ്രൗഢമായിട്ട് പ്രതാപത്തോട് കൂടിയിട്ട് വാണു എന്നാണ് പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ദിവി ഇവ ദുഷ്കർമ്മ ദുരാസദായാം തസ്യാം വസൻ വാസവ നിർവിശേഷ സ പപ്രഥേ സാധു ചകോരചന്ദ്ര ത്രിവിക്രമ വിക്രമരൂപശീലൈഹി. ഭഗവാനെ പറ്റി വർണ്ണിക്കുകയാണ്. വാസവ നിർവിശേഷ. വാസവ നിർവിശേഷ എന്ന് പറഞ്ഞാൽ വാസവനിൽ നിന്നും അല്പം പോലും വ്യത്യാസമില്ലാത്തവനായിട്ട്. വാസവാദ നിർവിശേഷ. നിർവിശേഷ എന്നുള്ള വാക്ക് നിർഗതോ വിശേഷ യസ്മാത് സ നിർവിശേഷ. അതായത് യാതൊരു വ്യത്യാസവും ഇല്ലാത്തവൻ, നിർഗതമായ വിശേഷങ്ങളോട് കൂടിയവൻ, എല്ലാ വിശേഷങ്ങളും പൊയ്പോയവൻ. ആരിൽ നിന്ന്, അല്ലെങ്കിൽ ആരെ പോലെ തന്നെയാണ്? ഇന്ദ്രനെ പോലെ തന്നെയാണ്. ഇന്ദ്രനിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാത്തവനാണ് ശ്രീകൃഷ്ണൻ എന്നാണ് പറയണത്. അതായത് അത്ര കേമായിട്ടാണ്, അത്ര പ്രൗഢിയോട് കൂടിയിട്ടാണ് ദ്വാരകയിൽ വസിക്കുന്നത്. ഇന്ദ്രലോകം പോലെ തന്നെയായിരുന്നു, സ്വർഗം പോലെ തന്നെയായിരുന്നു ദ്വാരക എന്ന് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. വാസവ നിർവിശേഷ സ കൃഷ്ണ. ആ കൃഷ്ണൻ ദുഷ്കർമ്മ ദുരാസദായാം തസ്യാം. ദുഷ്കർമ്മ ദുരാസദ, അതായത് ചീത്തത്തങ്ങൾ ചെയ്ത, ചീത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവർക്കൊന്നും പ്രവേശിക്കാൻ പറ്റാത്തതായ, അതാണ് ദുഷ്കർമ്മ ദുരാസദായാം. അങ്ങനെയുള്ളതായ ആ ദ്വാരകയിൽ തസ്യാം ദിവി ഇവ, സ്വർഗത്തിൽ എന്ന പോലെ, വസൻ വസിച്ചുകൊണ്ട്, സാധു ചകോര ചന്ദ്ര, സാധു ചകോരങ്ങൾക്ക്, സജ്ജനങ്ങളാകുന്ന ചകോരങ്ങൾക്ക്, സജ്ജനങ്ങൾ, സാധു എന്നുള്ളതിന് സജ്ജനങ്ങൾ എന്നർത്ഥം. ചകോരം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്.
ചകോരം എന്ന് പറയുമ്പോൾ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്നുള്ളൊരു പക്ഷിയൊക്കെ ആയിട്ടാണ് പറയപ്പെടുന്നത്. ഏതായാലും ആ പക്ഷിക്ക് ചന്ദ്രികാപാന ശീലമുണ്ട് എന്ന് പറയപ്പെടുന്നു. അതായത് ചന്ദ്രിക, നിലാവ് കുടിക്കുമത്രേ പക്ഷി. ഇതൊക്കെ വെറുതെ കവിസങ്കല്പങ്ങളാണ്. ഏത് പക്ഷിയായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാലും കവികൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് കാണാറുണ്ട്. അതുപോലെ വേഴാമ്പലിന് കഴുത്തിൽ ഓട്ടയുണ്ട്, അത് മഴ പെയ്യുമ്പോഴേ വെള്ളം കുടിക്കുള്ളൂ എന്നൊക്കെ ഇതൊക്കെ കവിസങ്കല്പങ്ങളാണ്. അപ്പോൾ ഈ സാധുക്കളാകുന്ന ചകോരങ്ങൾക്ക് ചന്ദ്രനായിട്ട് സജ്ജനങ്ങൾക്ക് ഈ ഭഗവാന്റെ ഗുണഗണങ്ങൾ മുഴുവനും മനസ്സിലാകത്തക്ക വിധത്തിൽ, അതാണ് സാധു ചകോര ചന്ദ്ര, സജ്ജനങ്ങൾക്ക് പ്രാപ്യനായിട്ട് സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഗുണഗണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ പരിപോഷിപ്പിച്ചുകൊണ്ട് സാധു ചകോര ചന്ദ്ര ത്രിവിക്രമ, അങ്ങനെയുള്ള ത്രിവിക്രമൻ എന്ന് പറഞ്ഞാൽ 3 അടി വച്ചവൻ, വാമനമൂർത്തിയെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഭഗവാനെ ശ്രീകൃഷ്ണനെയും അങ്ങനെ പറയാറുണ്ട്. ത്രിവിക്രമനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ വിക്രമരൂപശീലൈഹി പപ്രഥേ, വിക്രമരൂപശീലം, രൂപശീലങ്ങളെ കൊണ്ട് വിക്രമം പ്രകടിപ്പിച്ചുകൊണ്ട്, രൂപവും വളരെ വിശിഷ്ടമാണ്, ശീലവും വളരെ വിശിഷ്ടമാണ്. അത് ഒരു രാജാവിനുണ്ടാവേണ്ട ഗുണഗണങ്ങളാണല്ലോ ഇതൊക്കെ. ജനങ്ങളെ സംരക്ഷിക്കുക, ആക്രമിക്കുന്നവരെ തിരിച്ചാക്രമിക്കുക, ഒഴിവാക്കുക, ഇതൊക്കെ ഒരു രാജാവിനുണ്ടാവേണ്ടതാണ്. അതന്നെയാണ് ഇവിടെ പറയണത്. വിക്രമ രൂപശീലൈഹി, പലതരത്തിലുള്ള രൂപങ്ങളെ കൊണ്ടും ശീലങ്ങളെ കൊണ്ടും അതീവ പ്രതാപശാലിയായിക്കൊണ്ട് പപ്രഥേ പേരെടുത്തു. അവിടെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന്, പ്രസിദ്ധനായി തീർന്നു എന്നർത്ഥം. സാധുവന്മാരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ദ്വാരകയിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് പതുക്കെ ജനങ്ങളുടെ ഇടയിലൊക്കെ ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് ഒരു യശസ് പരക്കാൻ തുടങ്ങിയത്. ഇങ്ങനൊരു ബാലകൻ അല്ലെങ്കിൽ ഒരു യുവാവ് അവിടെ ദ്വാരകയിലുണ്ടത്രേ എന്ന് ആൾക്കാർ, ദൂരവ്യാപിയായിട്ടുള്ള യശസ്സൊക്കെ അക്കാലത്താണ് ഭഗവാന് വരാൻ തുടങ്ങിയത് എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സമീരണവ്യാകുലിതാ പതാക വിദ്യുല്ലതാഭിഃ പുനരുക്തയദ്ഭിഃ ഘനൈഃ സമുദ്രോദകപാനഖിന്നൈഃ വിശ്രമ്യതേ യദ്ഭവനാഗ്രഭൂമൗ ദിവീവ ദുഷ്കർമ്മ ദുരാസദായാം തസ്യാം വസൻ വാസവനിർവിശേഷ സപപ്രഥേ സാധു ചകോരചന്ദ്ര ത്രിവിക്രമോ വിക്രമരൂപശീലൈഃ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.